നമ്മളെ വീഡിയോ ഓണാക്കി ഇങ്ങനെ വരുന്നില്ലേ സ്പീക്കർ ഓഫ്. Good afternoon. Good afternoon, madam. Good afternoon, madam. Good afternoon, madam. Good afternoon, Good madam. afternoon, madam. Good afternoon, Good madam. afternoon, madam. Good afternoon. Good afternoon, madam. Good afternoon, madam. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ നിങ്ങള്? കഴിച്ചു. എക്സൈറ്റഡ് ആണോ ക്ലാസ്സിന്? ആദ്യമായിട്ട് ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ദിശാമിസിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞായിരുന്നു. കുറച്ച് കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവും, എങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആപ്പ് യൂസ് ചെയ്യാൻ അറിയണ്ടായിരുന്നില്ലേ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതെ അല്ലേ? ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ ശരി, ഇപ്പൊ കേൾക്കുന്നുണ്ട് കേട്ടോ. മേഘ പറയുന്നത് മറ്റുള്ളവർക്കും കേൾക്കുന്നുണ്ടോ? മേഘ പറയുന്നത് കേൾക്കാം. അപ്പൊ ഞാൻ എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അശ്വതി കേട്ടോ. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരായിരിക്കും അല്ലെ? കാണുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുകയും ചെയ്യായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. മോണ്ടിസോറി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് ടൈം ടേബിൾ അനുസരിച്ച് ഫസ്റ്റത്തെ ക്ലാസ് എന്റെ ക്ലാസ് ആണ് നിങ്ങളുടെ. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പൊ ഷംസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നറിയാം. നമ്മള് ഡിസ്കഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് ബേസിലാണ് നമ്മുടെ ക്ലാസ് പോവുക അല്ലേ? ബാക്കിയുള്ളവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. ഓക്കെ. എല്ലാവരും ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. അതായത് നമ്മുടെ ക്ലാസ് പോകുന്നത് ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ ആയിരിക്കും. അത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ജിഷ മിസ് പറഞ്ഞു തന്നിട്ടില്ലേ? അതായത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ബൈ ഹാർട്ട് അല്ല പഠിക്കുന്നത്. ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് അതിനകത്ത് പറയാനുണ്ടാകും അല്ലെ? ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങള്, നിങ്ങളുടേതായിട്ടുള്ള നോളജ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരാൾക്ക് മാത്രമല്ല മറ്റുള്ളവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, അതായത് നിങ്ങളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാ. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? ടെൻഷനൊന്നുമില്ല എല്ലാവർക്കും? ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എന്നെ കണ്ടിട്ട് പേടിയൊന്നും ആവുന്നില്ല എല്ലാവർക്കും? പിന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രെയർ ഉണ്ടാവണം. ഓക്കെ, പ്രെയർ ഉണ്ടാവണം. പ്രെയറോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇംഗ്ലീഷ് പ്രെയറും ഉപയോഗിക്കാം, മലയാളം പ്രേയേഴ്സും ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രെയറിന് ശേഷം ഒരു സൈൻ ഇൻ ഉണ്ടായിരിക്കണം കേട്ടോ. സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യണം എന്ന് പറഞ്ഞാല് ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നതാണ് ഇത് സൈൻ ഇൻ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് സൈൻ ഇൻ ചെയ്യാം. ചിലവര് പാട്ട് പാടി സൈൻ ഇൻ ചെയ്യാം, ചിലർക്ക് തോട്ട്സ് പറഞ്ഞ് സൈൻ ഇൻ ചെയ്യാം. ഇനി കൂടുതൽ കാണുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡാൻസിങ് സ്റ്റെപ്പോട് കൂടിയിട്ടാണ് സൈൻ ഇൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് 2 സ്റ്റെപ്പ്, ഡാൻസിന്റെ 2 സ്റ്റെപ്പ് ഇട്ടിട്ടാണ് സൈൻ ഇൻ ചെയ്യുക. ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നതാണ് സൈൻ ഇൻ കേട്ടോ.
ഓക്കെ, അപ്പോ അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ സൈൻ ഇൻ ചെയ്യും. അതാണ് രണ്ടാമത്തെ കാര്യം. ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തോട്ട് ആണ്. തോട്ട് ഓഫ് ദ ഡേ. ഇപ്പൊ ഇന്ന് ഒരാള് തോട്ട് പറയുന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാലോ പലതരത്തില് പല ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്, നമ്മൾ കുറേയധികം ബുക്സുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള തോട്ട്സും ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ ഒരു ദിവസം തന്നെ ഈ 3 കാര്യങ്ങളും ചെയ്യണം. എല്ലാവരും ചെയ്യണം എന്നല്ല കേട്ടോ പറയുന്നേ. ഇപ്പൊ ഒരാള് പ്രയർ പറയുവാണെങ്കിൽ മറ്റൊരാള് തോട്ട് പറയുക, ദെൻ വേറൊരാള് സൈനിങ് ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി മിസ്സേ. ക്ലിയർ ആയി അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു സൈനിങ് പറയേണ്ടത് അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ യോഗ ചെയ്യാം, അതൊക്കെ ചെയ്തുകൊണ്ട് സൈനിങ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സൈനിങ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തോട്ടും പറയാം. അപ്പോ നിങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുക. ഇന്നെന്തായാലും നിങ്ങൾ ആരെങ്കിലും പ്രയർ പറയാൻ റെഡിയാണോ? ആരെങ്കിലും റെഡിയാണോ പ്രയർ ചെയ്യാനായിട്ട്? ചെയ്യാം. ഓക്കെ, ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ചെയ്യാം. പ്രയർ ഒന്ന് ചെയ്യാം. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് മ്യൂട്ട്, പ്രയർ ചെയ്യുന്ന ആള് മാത്രം മൈക്ക് ഓൺ ചെയ്യാം, ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ട് ചെയ്യാം. ഇവിടെയും ഒരു വിളങ്ങും ഭുവനേശ ഞങ്ങൾക്ക് വഴി കാട്ടിയാലും ഒരു ജാതി ഒരു മതം തറവാടാൻ പുലരുവാൻ ഞങ്ങളിൽ കഴിയണമേ. എവിടെയും ഇവിടെ ഒരു പോൽ വിളങ്ങുവനേശ ഞങ്ങൾക്ക് വഴി കാട്ടിയാലും. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് കൊടുത്തേ. നിങ്ങൾ ഒരു പ്രയർ ചെയ്തതല്ലേ? ഓക്കെ, അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മനസ്സ് തുറന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ. ഒരു നല്ല ടീച്ചറിന്റെ ക്വാളിറ്റിയാണത്. ഓക്കെ, അപ്പൊ പ്രയർ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. സൈൻ ഇൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തോട്ട് പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷമായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കാറാവുമ്പോൾ നമ്മൾ സൈൻ ഔട്ട് പറയും. സൈനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്യുന്നതാണ്. അപ്പൊ സൈൻ ഔട്ട് എന്തായിരിക്കും? ആയിരിക്കും കേട്ടോ. താങ്ക് യു അല്ലെങ്കിൽ ബായ് ഒക്കെ പറയുന്നതാണ് സൈൻ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ സമയത്ത് ഏത് ടീച്ചറാണോ പഠിപ്പിക്കുന്നത് ആ ടീച്ചേഴ്സിന് താങ്ക്സ് പറയാം. അതുപോലെ തന്നെ കേട്ടിരുന്ന സ്റ്റുഡൻസിന് താങ്ക്സ് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൈൻ ഔട്ടിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതെന്ത് ചെയ്യാ, നിങ്ങൾ തലേ ദിവസം ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പ്ലാൻ ചെയ്യാം. ആരൊക്കെയാണ് നാളെ പ്രയർ ചെയ്യുന്നത്, ആരൊക്കെയാണ് നാളെ സൈൻ ഔട്ട്, സൈൻ ഇൻ, അതുപോലെ തോട്ട് പറയുന്നതെന്ന് ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചാല് നാളെ അവര് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. ശരി മിസ്സേ. മനസ്സിലായല്ലോ? എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് വെറുതെ തിയറി പാർട്ട് മാത്രമായിരിക്കില്ല പറഞ്ഞു പോകുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ധാരാളം ആക്ടിവിറ്റീസ് ഒക്കെ തരും ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പൊ നമ്മള് എന്താ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് അധികം കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കില്ല. കുഞ്ഞു കുഞ്ഞ് ഇപ്പൊ ചിലപ്പോ പാട്ട് പാടാൻ, അതായത് റൈംസ് പറയാനോ ആക്ഷൻ സോങ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. ഈ വരുന്ന ക്ലാസ്സുകളിൽ മാത്രം, ഉടനെ തന്നെ അല്ല, പതുക്കെ പതുക്കെ ഓരോന്ന് ചെറുതായിട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു.
ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എറണാകുളം? യെസ് മാം. ആ, ഉണ്ടല്ലേ. ഓക്കെ. എവിടെയാണ് എറണാകുളത്ത്? എവിടെയാണ് ചിന്നു? ഞാൻ കുമ്പളം. കുമ്പളം. ഓക്കെ. ഇമ്മി എവിടെയാണ് എറണാകുളം? ഇമ്മി എറണാകുളത്താണോ? ആ. ഞാൻ എറണാകുളത്താണ് മാം, പക്ഷെ ഇപ്പൊ പുറത്താണ്. ആണല്ലേ. എറണാകുളത്ത് എവിടെയാണ്? ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിലാണ് അല്ലേ? ഓക്കെ. ഞാനും എറണാകുളത്ത് തന്നെയാണ്, ആലുവയിലാണ്. ആലുവയിലാണ്. ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ? ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ അവൈലബിൾ ആയോ? ഇല്ലില്ല. കിട്ടിയിട്ടുണ്ട് മാം. മാം കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ. വൈകാതെ തന്നെ എത്തും കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? മാഡം പി ജിയും അതുപോലെ ഡിപ്ലോമയും ഒരുമിച്ചാണോ ക്ലാസ് എടുക്കുന്നത്? PG ക്ലാസ് വേറെയാണ് മോനെ. വേറെയാണ്. ഓക്കെ. അതൊക്കെ ലാസ്റ്റ് ടൈം ആകുമ്പോഴായിരിക്കും ഉണ്ടാവുക, കോഴ്സ് തയ്യാറാവും. ആ. ഓക്കെ. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മിസ് ഒരു മിനിറ്റ് ട്ടാ. ആ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാം. ഓക്കെ. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 1 ആണ്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹെൽത്തും ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഇതുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം തന്നെ ആ ഫസ്റ്റ് പേജ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. ഞാൻ പറയുന്നവര് മാത്രം ഉറക്കെ വായിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ തൽക്കാലം ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക. എല്ലാവരും റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യുക. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഫുൾ പേജ് വേണ്ട. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, അത്രയും പാരാഗ്രാഫ്സ് വായിച്ചാൽ മതി. ഓക്കെ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് വരുന്നു, അതുകൊണ്ടാ പറയുന്നത്. മ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും റീഡ് ചെയ്യുക. ഹലോ മാം, ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട്.
ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് കയറിയത്. നമുക്ക് ഈ കയറേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്തതുണ്ട്. അപ്പൊ ഒന്ന് ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഞാൻ തുടങ്ങിയിട്ടില്ല മോളെ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രെയറോട് കൂടിയിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാള് പ്രെയർ ചെയ്യണം. അതുപോലെ ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ സൈൻ ഇൻ ചെയ്യണം. അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പലതരത്തിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ചിലവർക്ക് പാട്ട് പാടി സൈൻ ഇൻ ചെയ്യാം, ചിലവർക്ക് തോട്ട് പറഞ്ഞ് ചെയ്യാം, ചിലവർക്കാണെങ്കിൽ ഡാൻസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അങ്ങനെ പല ടൈപ്പിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരാള് തോട്ട് പറയണം. അതായത് ഫേമസ് ആയിട്ടുള്ള തോട്ടുകൾ ഉണ്ടല്ലോ, അപ്പൊ തോട്ട് ഓഫ് ദ ഡേ അത് ഒരാൾ പറയണം. പിന്നെ ക്ലാസ് കഴിയുമ്പോൾ സൈൻ ഔട്ട് ചെയ്യണം. എല്ലാവരെയും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരാള് സൈൻ ഔട്ട് ചെയ്യണം. അത്രയുമാണ് പറഞ്ഞത് കേട്ടോ. ശരി. ഇപ്പൊ സ്ക്രീനിൽ എന്താ മാം കാണിച്ചത്? സ്ക്രീനില് ഞാൻ എടുക്കുന്ന ചാപ്റ്ററിന്റെ PDF കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ, ഷെയർ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മതി. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്നതൊന്ന് വായിക്കാം. ഓക്കെ. ശരി മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞോ? വായിച്ചു ടീച്ചർ. വായിച്ചല്ലേ? ഓക്കെ. ഹലോ മാം, എങ്ങനെ ബുക്ക് കാണുന്നില്ലല്ലോ പേജ്? ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയോ? സ്ക്രീൻ കാണുന്നില്ലേ? ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ ഇത്. ചാപ്റ്ററിന്റെ പേര് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ. ഓക്കെ, അപ്പോ അതിനകത്തൊരു ഫസ്റ്റ്, അതായത് ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഒരാളൊന്ന് റീഡ് ചെയ്തേനി. രശ്മി ഒന്ന് റീഡ് ചെയ്യാമോ? രശ്മി, യെസ്. ഹെഡ്ലൈൻ പറയണോ മിസ്? ഹെഡ്ലൈൻ പറഞ്ഞുകൊണ്ട് വായിച്ചു. യൂണിറ്റ് 1, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. Health, physical fitness and wellness. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. ഓക്കെ. അതായത് സന്തോഷകരവും അതുപോലെ തന്നെ വളരെയധികം എന്താ പറയാ യോഗ്യവുമായ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കൂടുതൽ എന്താ പറയാ ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമ്മൾ എല്ലാവരും തന്നെ റെസ്പോൺസിബിൾ ആണ്, അല്ലെ? നമുക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള ഒരു നല്ലൊരു ലൈഫ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ ലൈഫ് ഉണ്ടാവുള്ളൂ, അല്ലെ? ചിട്ടയായിട്ട് ഓരോ കാര്യങ്ങളും, ഓരോന്നും നമ്മുടെ ഹെൽത്തിനായാലും നമ്മുടെ മെന്റൽ ഹെൽത്തിനായാലും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റേതായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവനവന്റെ ആരോഗ്യവും അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ രീതിയിൽ ഒരു ഹ്യൂമൻ ലൈഫ് ഉണ്ടാവുക. ഓക്കെ, അതാണ് ആ പാരാഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ WHO കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ അത്? ആരോഗ്യം എന്ന് പറഞ്ഞാല് ഒരു ഡെഫിനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യത്തെ കുറിച്ച്, ഒരു ഹെൽത്തിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അതപ്പോ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല, കേട്ടിട്ടില്ല അല്ലെ? WHO പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിസിക്കൽ, സോഷ്യൽ, മെന്റൽ വെൽബീയിങ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്. അതായത് ആരോഗ്യം എന്ന് പറയുന്നത് പൂർണ്ണമായും ശാരീരികമായും
മാനസികമായും സാമൂഹികവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയാണ്. ഓക്കെ, ഒരാള് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് നമ്മള് പറയുന്നത് എപ്പോഴാണ്? അതായത് ഞാൻ പറയുന്നതനുസരിച്ചല്ല കേട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ് എന്ത്, ഒരാള് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എപ്പോഴാണ്? അവൻ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും വെൽബീയിങ് ആയിരിക്കുമ്പോഴാണ് ഒരാള് ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് അല്ലെ? ഫിസിക്കൽ വെൽബീയിങ് ഉണ്ട്. 3 തരം വെൽബീയിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഫിസിക്കൽ വെൽബീയിങ്, 2 മെന്റൽ വെൽബീയിങ്, 3 സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, അതിനകത്ത് തന്നെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഹെൽത്ത് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് കൊണ്ട് മൈൻഡ് പരമായിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ എന്താ പറയാ, ശാരീരികമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗമില്ലാതിരിക്കുക അല്ലെ? നമുക്ക് രോഗമില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഫിസിക്കലി നമ്മൾ ഏബിൾ ആവുള്ളൂ അല്ലെ? അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരം ഓക്കെയാണ്, നമ്മുടെ ആരോഗ്യം ഓക്കെയാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിനെയാണ് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആവുന്നത് എപ്പോഴാണ്? നമുക്ക് രോഗം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് പരിക്കുകൾ ഉണ്ടാവാതിരിക്കുക എന്നിങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പലതരം കോട്ടുകൾ ഉണ്ട് ഹെൽത്തിനെ കുറിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്തി മൈൻഡിന്റെ ബോഡി, അങ്ങനെ പറഞ്ഞ കുറേയധികം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമാണ് എന്തുണ്ടാവുന്നത്? ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുന്നത്. ശരിയല്ലേ? ശരിയാണ് അല്ലെ? ആരോഗ്യമുള്ള മനസ്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പൊതുവെ വരുന്ന ധാരണകൾ? എന്തൊക്കെയാണ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ? ഹെൽത്ത് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ളത് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? എങ്ങനെയാണ് ഹെൽത്ത് സംരക്ഷിക്കുന്നത്? ആരോഗ്യകരമായ ഫുഡും വ്യായാമവും. ഒരാള് പറയൂ. ഏൻഷ്യന്റ് ഹോംസ് പേര് ഐശ്വര്യ. ഐശ്വര്യ പറഞ്ഞോളൂ കേട്ടോ. ഒരാള് പറയാം, ബാക്കിയുള്ളവര് കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്കോ ഉണ്ടാവും കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ ഐശ്വര്യ. ചിട്ടയായ വ്യായാമം, അതുപോലെ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങള്, ഒരു പ്രത്യേകിച്ച് അങ്ങനെ രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുക, നല്ലൊരു കൃത്യനിഷ്ഠത ലൈഫിൽ ഒരു കൃത്യനിഷ്ഠത കൊണ്ടുവരിക, ഇതൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ ഒരു പ്രത്യേകതയാണ്. വേറെ രാഹുൽ രാധാകൃഷ്ണൻ, എന്തായിരുന്നു പേര്? രാഹുൽ എന്നല്ലല്ലോ, പേരെന്തായിരുന്നു? കേട്ടില്ല. ഓക്കെ, ഇപ്പൊ ഐശ്വര്യ ഒരു കാര്യം പറഞ്ഞു അല്ലെ? അത് തീർത്തും ശരിയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഹെൽത്തിനെ കുറിച്ച്? നമ്മളുടെ പൊതുവായ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഹെൽത്തിനെ പറ്റി? ലളിതമായിട്ട് ഭക്ഷണം കഴിക്കുക, ആ പിന്നെ ടൈമിന് ഉറങ്ങുക, ടൈമിന് എണീക്കുക, പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാം, നെഗറ്റീവ് വിടുക, പിന്നെ ചുറ്റുപാടും നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നല്ല ഭക്ഷണം കഴിച്ച്, അതും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാല് നമുക്ക് ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം. അത് നമ്മൾ വിചാരിക്കാറില്ലേ? ചിന്തിക്കാറില്ലേ? അല്ലെ? അപ്പൊ നല്ല ഭക്ഷണം കഴിച്ച്, അതും
നല്ല ഭക്ഷണം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂട്രീഷ്യസ് കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ, അതായത് കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തി നമ്മുടെ ശരീരത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇല്ലേ? ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മള് പാടെ അവോയ്ഡ് ചെയ്യണം അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് കൂടുതൽ ലീഫി വെജിറ്റബിൾസ്, പച്ചില കറികൾ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ പച്ചില വർഗ്ഗങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങള്, ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് നമ്മുടെ ഹെൽത്ത് നമുക്ക് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭക്ഷണത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ? ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പിന്നെ എന്ത് ചെയ്യണം നമ്മള്? വ്യായാമം ചെയ്യും. ചെയ്യണം അല്ലേ? അതെ, എക്സസൈസ് ചെയ്യണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്? ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട്, മനസ്സ് നന്നായിരിക്കാൻ വേണ്ടിട്ട്, കുറയ്ക്കാൻ വേണ്ടിട്ട്. ശരീരം എന്താ പറയാ മെയിൻറ്റെയിൻ, നമ്മുടെ ബോഡി നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അതുപോലെ തന്നെ ഈ നല്ല എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ് നമ്മൾ ശരീരത്തിന് കൊടുക്കുക അല്ലെ? ധാരാളം ആക്ടിവിറ്റികൾ. എന്തൊക്കെയാണ് ആക്ടിവിറ്റികൾ എന്ന് പറയുന്നത്? ചിലവര് ജിമ്മിലായിരിക്കും പോകുന്നത് അല്ലെ? എത്ര പേരുണ്ട് ജിമ്മിൽ പോകുന്നേ ഇതിനകത്ത്? ആരും പോകുന്നില്ല. ജിമ്മിന് പോവാറില്ല, വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാറുണ്ട്. ജിമ്മിൽ പോണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വീട്ടിൽ ചെയ്യാറുണ്ട്. വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട്. ചെയ്യാം. ഓക്കെ, അപ്പൊ ജിമ്മിൽ പോവുക, അതുപോലെ തന്നെ യോഗ ചെയ്യാം. എത്ര പേര് യോഗ ചെയ്യുന്നവരുണ്ട്? ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. ഇന്ന് കാണിക്കാമോ ഒന്ന് ആരെങ്കിലും ഒരാള് യോഗ ചെയ്യുന്നവര്? ഒരു യോഗയുടെ ഒരു പോസ്റ്റർ എന്തെങ്കിലും കാണിക്കാമോ? കാണിക്കാൻ പറ്റുമോ? മിണ്ടുന്നില്ലല്ലോ. ദുർഗയോ അല്ലെങ്കിൽ ആൻസിയോ ആരെങ്കിലും ഒരാൾ? മാം, നമ്മൾ ഈ യോഗ ചെയ്യുന്ന ആള് എന്തൊരു കാര്യം പറഞ്ഞാലും നോന്ന് പറയില്ല. ബട്ട് ഇപ്പൊ എനിക്ക് അതിനൊരു സാഹചര്യം ഇല്ലാത്ത കാരണമാണ് യോഗ ചെയ്തൊന്ന് കാണിച്ചു തരാത്തത് കേട്ടോ മാഡം. ടീച്ചർ, എനിക്ക് അതാണ് വയ്യാത്തോണ്ടാണ്. സോറി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് എന്റെ വരുന്നത് നെക്സ്റ്റ് വെനസ്ഡേ ആണ്, അടുത്ത ബുധനാഴ്ച. അപ്പൊ ആ ദിവസം പ്രിപ്പയർ ആയിട്ട് ഇഷ്ടപ്പെട്ട പോസ്റ്റർ ചെയ്യാം കേട്ടോ. പ്രാണായാമം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ യോഗ ചെയ്യാനായിട്ട് അവർ റെഡി ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ യോഗ ചെയ്യുന്നവരുണ്ട് അല്ലെ? ജിമ്മിൽ പോകുന്നവരുണ്ട്. ഓക്കെ, നമുക്ക് യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? എന്താണ് യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്? യോഗ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും ദിവസവും. നല്ല എനർജറ്റിക് ആയിരിക്കും അല്ലെ? ആ ദിവസം നമ്മൾ നല്ല രീതിയിൽ പോകും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചിന്തയിലേ വരുള്ളൂ. ആയിരിക്കും, പോസിറ്റീവ്നെസ് ഉണ്ടാവും. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റും. അധികം ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും, ദേഷ്യത്തെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാനായിട്ട് ക്ഷമ പാലിക്കാനുള്ള ശേഷി കൂടുതൽ കിട്ടും. ബോഡി ഷേപ്പ് ഉണ്ടാവും. കുറേയധികം ഡിസീസ്, കുറേയധികം രോഗങ്ങളിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യില്ലേ യോഗ? പ്രത്യേകിച്ചും ഹോർമോണൽ ഡിസീസ് കേട്ടോ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നല്ലതാണ് യോഗ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഫ്ലെക്സിബിലിറ്റി കൂടും യോഗ ചെയ്യുന്നോണ്ട്. പിന്നെ മാം, നമ്മുടെ മെന്റൽ ടെൻഷൻ നമുക്ക് അധികം നമ്മളെ ബാധിക്കില്ല. നമ്മളെപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഭയങ്കര കോൺസെൻട്രേഷനും അത് ഓർത്ത് വെക്കാനുള്ള ശക്തി കൂടും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും. അതെ, ഹാപ്പി ആയിരിക്കും അല്ലെ? മെയിൻ ആയിട്ട് നല്ല രീതിയിൽ, അതായത് ഭയങ്കരമായിട്ട് ഹാപ്പി ആകും. മെന്റൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും.
ഞാൻ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഡിസീസ്, ഇപ്പൊ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന തൈറോയ്ഡ് ഇഷ്യൂസ്, അതുപോലെ PCOD, PCOS അങ്ങനെയുള്ള ഇഷ്യൂസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരം ആസനങ്ങൾ, യോഗാസനങ്ങൾ സഹായിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾ ജിമ്മിൽ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമുക്ക് മസിൽസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോകുന്നത്. പക്ഷെ യോഗ എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ശരിയല്ലേ ഞാൻ പറയുന്നേ? അല്ലെ? പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പലതരം രോഗങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതിന് യോഗ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും നല്ലതാണ്. ജിമ്മിൽ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് യോഗ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇതായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് യോഗയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇത് രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യും. സെറാട്ടോണിൻ പോലെയുള്ള ഹോർമോണുകളൊക്കെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മള് ഇപ്പൊ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുന്ന ഒരാളാണ് നമ്മൾ. ചിലപ്പോ നമ്മൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് അധികമായിട്ട് കൂടിയത് കൊണ്ടോ ആയിരിക്കാം ചിലപ്പോ നമ്മള് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അതിന് പരിഹാരം തേടി പോകുന്നേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ജിമ്മിൽ പോയി ഒരു 15 ദിവസം ഒരു മാസമൊക്കെ കഴിഞ്ഞാലും യോഗ സ്റ്റാർട്ട് ചെയ്ത ഒരു മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ധാരാളം ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് തുടങ്ങും അല്ലെ? ഫിസിക്കലി ഉള്ള ചേഞ്ചസ് മാത്രമല്ല, മെന്റൽ ചേഞ്ചസും ഉണ്ടാകും അല്ലെ? നമ്മുടെ ഫേസിൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ കൂടുതലും നമ്മുടെ ഫേസിൽ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഭയങ്കരമായിട്ട് ഫാറ്റ് ആയിരിക്കുന്ന ഒരു ഫേസ് ആണെങ്കിൽ യോഗ ചെയ്ത് അല്ലെങ്കിൽ ജിമ്മിൽ പോയി ഒരു മാസം കഴിയുമ്പോൾ ഫേസ് ചുരുങ്ങുന്നത് കാണാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നേ? അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് കണ്ണാടിയിൽ മിററിൽ നോക്കിക്കഴിഞ്ഞാല് എന്താണ്, നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും ഇല്ലേ? ഭയങ്കരമായിട്ട് ഭംഗി കൂടിയ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് എങ്ങനെ തോന്നുന്നേ? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഒരു സത്യാവസ്ഥയാണ് കേട്ടോ. തോന്നിയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാ? അത് ഹോർമോൺസ്, അതായത് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തില് നല്ല ചില ഹോർമോണുകൾ എന്ത് ചെയ്യുവാണ്? പ്രൊഡ്യൂസ് ചെയ്യുവാണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പല രോഗങ്ങൾക്കും അതുപോലെ തന്നെ കാരണമാകുന്ന ഒരു സാധനമാണ് ഈ ഹോർമോൺ. ചീത്ത ഹോർമോണും ഉണ്ട്, നല്ല ഹോർമോണും, ബാഡും ഉണ്ട്, ഗുഡും ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവുക. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ബെനിഫിറ്റും ഇത്തരം എക്സസൈസുകൾക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ജിമ്മിൽ പോകുന്നതും യോഗ ചെയ്യുന്നതും മാത്രമല്ല മെഡിറ്റേഷൻ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയും നമുക്ക് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? മെഡിറ്റേഷൻ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ജോഗിങ്ങിന് പോവുക, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബാഡ്മിന്റൺ കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി ചെയ്യാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ചെയ്തു തുടങ്ങാം. ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇപ്പൊ ജിമ്മിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വീട്ടിൽ തന്നെ നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്ത് കഴിഞ്ഞാല് ധാരാളം എക്സസൈസുകളൊക്കെ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ,
പിന്നെ ഇപ്പോ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചിട്ടുള്ള എക്സസൈസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. അതായത് നമ്മൾ അവിടെയുള്ള എല്ലാവരെ കൊണ്ടും ഒരേപോലെയുള്ള എക്സസൈസ് ആയിരിക്കില്ല ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ഏജ് അനുസരിച്ച് എന്ത് വരാം, ഡിഫറൻസ് വരാം. ചെറിയ കുട്ടികളാണ് ചെല്ലുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് കൊടുക്കും. കുറച്ചും കൂടി മുതിർന്ന ആളുകളാണ് ചെല്ലുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് ആയിരിക്കും ജിം ട്രെയിനർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രം നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവില്ല. മറിച്ച് എക്സസൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്താൽ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഈ കാര്യം പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ ആണ്. ഓക്കെ മാം. ഓക്കെ മാം. താഴത്തെ ഒരു പാരാഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങില് ഹെൽത്ത് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഐഡന്റിറ്റിക്കൽ വിത്ത് ഫ്രീഡം ഫ്രം ഡിസീസ് ആൻഡ് ഇൽനെസ് that includes a positive fundamental wellness associated with the quality of life and positive well-being also. Okay, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കുക, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവുക, അത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സസൈസുകൾ കൊണ്ടാകാം നമ്മുടെ ശരീരം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി താഴെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നും പറഞ്ഞ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം നോക്കാം. ഓക്കെ, അത് പറയട്ടെ. ഇതൊന്ന് ഒരാൾ വായിച്ചേ, ഫിസിക്കൽ ഫിറ്റ്നസ് ഒരാളൊന്ന് വായിച്ചേ, റീഡ് ചെയ്തേ. Physical wellness is the ability to bring our daily tasks with vigor, alertness without undue weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations. വായിച്ചിട്ട് എന്താ മനസ്സിലായത് മോൾക്ക്? ആരാ വായിച്ചത്? സുധയാണോ? ആൻസി. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതിനെ കുറിച്ചൊന്ന്? ഇപ്പൊ എന്താണ് പറയുന്നതെന്ന്? എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഡെയിലി ടാസ്ക് ആണ്. ഡെയിലി ടാസ്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് എബിലിറ്റി ഉണ്ടാക്കി തരും ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ശരീരം വീക്ക് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ തന്നെ യോഗ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോ രണ്ടുപേർക്ക്, ഒരാൾക്ക് സിറ്റുവേഷൻ ഇല്ല ചെയ്യാനായിട്ട്, ഒരാൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞല്ലേ. സുഖമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതായത് അയാളുടെ ബോഡിക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല ചെയ്യാനുള്ള, അല്ലെ ആൻസി? എബിലിറ്റി ഉണ്ടോ ചെയ്യാനായിട്ട്? ഇപ്പൊ ഇല്ല, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് അല്ലെ. അപ്പോ ഇത്തരത്തിൽ അതായത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ധാരാളം ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് സാധിക്കൂ. നമ്മൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് എനർജി കൂടുതൽ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനെ നമുക്ക് മറികടക്കാനായിട്ടും സാധിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പൊ നിങ്ങൾ മാത്രമല്ല, നമ്മുടെ വീട്ടില് കുഞ്ഞു മക്കളുണ്ട് അല്ലെ, എല്ലാവർക്കും മക്കളില്ലേ? അപ്പൊ അവരുടെ ആരോഗ്യം കൂടി എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾക്ക് സമയമില്ല അല്ലെങ്കിൽ നമുക്ക് അവരെ നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും അവരുടെ നമ്മള് വളർത്താനായിട്ട് പാടില്ല. അവർക്ക് നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അവരുടെ വളരുന്ന പ്രായമാണിത് അല്ലെ. അപ്പോ കൂടുതൽ ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന തനിനാടൻ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക കേട്ടോ.
കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഏത് സമയവും സ്ക്രീനിന് മുന്നിലാണ് അല്ലെ, മൊബൈൽ ഫോണിന് മുന്നിലല്ലേ ഇരിക്കുന്നേ, ആണോ? അതെ. അത് നല്ലതല്ല കേട്ടോ. അത് അവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ അവരുടെ വെയിറ്റ് ഗെയിൻ ചെയ്യും, വെയിറ്റ് കൂടാനായിട്ട് ഇടയാക്കും. അതുപോലെ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കും. അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാത്തരം പ്രോസസ്സിനെയും തടസ്സപ്പെടുത്തുന്ന ഒന്നാണിത് ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ കൊടുക്കുക, അവരെ പുറത്തേക്കൊക്കെ കളിക്കാൻ വിടുക. അല്ലെങ്കിൽ പുറത്തേക്ക് കളിക്കാൻ, അതായത് കുട്ടികളൊന്നും അടുത്തില്ലാത്തതാണെങ്കിൽ, അതായത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ പിള്ളേരൊന്നും ഉണ്ടാവില്ല, അതായത് നാട്ടുപുറങ്ങളിലൊക്കെയാണല്ലോ ഗ്രൗണ്ട് ഒക്കെ കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ളവരാണെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറിയ എക്സസൈസ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികളുടെ കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികളുടെ കാര്യവും നിങ്ങൾ നോക്കണം. രണ്ടിനും നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പൊ എല്ലാവർക്കും ഓക്കെയാണോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ഓക്കെയാണ് അല്ലേ? നെക്സ്റ്റ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മെന്റൽ ഹെൽത്ത് ആണ്, മാനസികമായിട്ടുള്ള ആരോഗ്യം. ഫിസിക്കൽ ഫിറ്റ്നസിൽ നിന്ന് വ്യത്യസ്തമാണല്ലേ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ്? പൊതുവായിട്ട് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഫിനാൻഷ്യൽ ആയിട്ട് കാണും, ഫിനാൻഷ്യൽ, ഫാമിലി പരമായിട്ട് കാണും. നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാവുക ചില സമയത്ത് ഈ മനസ്സുമായി ബന്ധപ്പെട്ട്? നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും, ആൻസൈറ്റി, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഉണ്ടാവും. ഓവർ തിങ്കിങ് ഉണ്ടാവും, ഡിപ്രഷനിലേക്ക് പോകാൻ ചിലര്, ഇമോഷൻസ് കൂടുതൽ ഉണ്ടാവാം, ചെറിയ വിഷമങ്ങൾ പോലും താങ്ങാനാവാത്ത പലരും നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്തരം ഈ അതായത് ഈ മെന്റലി ധാരാളം പ്രോബ്ലംസ് അലട്ടുന്നവരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളവർക്ക് ചില കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. എന്തിലൊക്കെയായിരിക്കും? അവര് ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുമോ? ഇല്ല, ഇല്ല അല്ലെ? അവർക്ക് എപ്പോഴും ടെൻഷനാണ്, സ്ട്രെസ്ഫുൾ ആണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. എപ്പോഴും ടെൻഷൻ ഉണ്ട്, ധാരാളം ഇമോഷൻസ് എപ്പോഴും വരുന്നു. അപ്പൊ അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഉറക്കം കിട്ടാതിരിക്കും അല്ലെ? ഉറക്കം ഉണ്ടാവും അവർക്ക്? ഇല്ല അല്ലേ? ഉറക്കം പറയുന്നത് ഉണ്ടാവില്ല. ഓക്കെ, ഉറക്കം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും എപ്പോഴും ഇഷ്ടം, ആണോ? എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ ചിലപ്പോൾ ദേഷ്യം കാണിച്ചിരിക്കും അല്ലെ? നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു. അതെ അതെ അതെ, നമ്മള് കുഞ്ഞുങ്ങളോട് ദേഷ്യം കാണിക്കാം, നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം ഇല്ലാതെ വരാം, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാം, പിന്നെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ എന്താണ് മനസ്സിനെ ബാഡായിട്ട് എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മെന്റൽ ഹെൽത്ത് നമ്മൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? WHO ഡെഫിനിഷൻ പ്രകാരം 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. ആദ്യത്തേത് എന്താണ്? ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേതാണ് സോഷ്യൽ. അപ്പൊ രണ്ടാമത്തേതാണ് നമ്മളിപ്പോ പറയുന്നത് കേട്ടോ, മെന്റൽ ഹെൽത്ത്. അപ്പൊ മെന്റൽ ഹെൽത്തിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, മ്യൂസിക് കേൾക്കാം, മ്യൂസിക് കേൾക്കാം, ഇഷ്ടമുള്ള ബുക്കുകൾ വായിക്കാം, ട്രാവൽ ചെയ്യാം, അപ്പോ നല്ല പറഞ്ഞോളൂ.
ഭക്തിഗാനങ്ങള് കേൾക്കാം. ഭക്തിഗാനങ്ങള്, ഡിവൈൻ സോങ്സ് ഒക്കെ കേൾക്കുക. പിന്നെ കോമഡി നമുക്ക് ഇഷ്ടം കോമഡി സീരീസ് ഒക്കെ കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ, നമ്മുടെ നേച്ചർ ഉണ്ടല്ലോ, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുക അല്ലെ. പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ ടെൻഷൻ വരുമ്പോ, അല്ലെങ്കിൽ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്? ക്ലിയർ ആവണില്ല. ക്ലിയർ ആവുന്നില്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. അപ്പോ നമ്മള് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് ആണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക. അതായത് ദേഷ്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് ഒരു റൗണ്ട് ഒക്കെ ചുറ്റി വരുവാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറച്ച് റിലീഫ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മറന്നു പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് കുറയ്ക്കാൻ പാട്ട് കേൾക്കുക. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ടോ. ഓക്കെ, അത് എന്ത് പാട്ടുകളും ആയിക്കോട്ടെ. ചിലർക്ക് ഭക്തിഗാനങ്ങളായിരിക്കാം, ചിലർക്ക് സിനിമാ പാട്ടുകളായിരിക്കാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കേൾക്കുക. എന്തെങ്കിലും ദേഷ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ഒന്ന് നിങ്ങളുടെ ഫോണിലുള്ള മ്യൂസിക് ഓപ്പൺ ചെയ്ത് ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നിങ്ങളുടെ സ്ട്രെസ് കുറച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ആ ഒരു മനസ്സിനെ റിലീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു റിലീഫ് കൊടുക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക, മെന്റൽ ഹെൽത്ത് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, മറിച്ച് മെന്റൽ ഹെൽത്തിന് കൂടിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഭംഗിയൊക്കെ പുറത്തു വരൂ എന്ന് പറഞ്ഞു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, കൂടുതൽ ഭംഗിയാവും അല്ലെ നമ്മള്. അതെന്തുകൊണ്ടാണ്? സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്, ഒരു ഹാപ്പി ഹോർമോൺ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 6-8 മണിക്കൂർ ദിവസവും ഉറങ്ങുക. നല്ല രീതിയിൽ ഉറക്കം ഉണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം വെയിറ്റ് കുറക്കുന്നവര്, ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് വെയിറ്റ് കുറക്കാനായിട്ട് നമ്മള് നല്ല രീതിയിലുള്ള, അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്തു, എക്സസൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുന്നില്ല എങ്കിൽ ആ റിസൾട്ട് നമുക്ക് ഉണ്ടാവും? വെയിറ്റ് ലോസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല കേട്ടോ, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഒരു ദിവസം 6 തുടങ്ങി, വലിയവരാണെങ്കിൽ 6 തുടങ്ങി 8 മണിക്കൂർ വരെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങളാണെങ്കിൽ 8 തൊട്ട് 9 വരെ, 9 തൊട്ട് 10 വരെ. ഓക്കെ, അത്രയും മണിക്കൂർ കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അതൊക്കെ ടെൻഷൻ ഫ്രീ ആക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മുടെ ബോഡിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണ് വാട്ടർ എന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും നല്ലതാണ് വെള്ളം കുടിക്കുന്നത്. ഓക്കെ. അപ്പോ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒഴിവാക്കുക. പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ശീലങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒഴിവാക്കുക. പിന്നെ അതുപോലെ ആൽക്കഹോളിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോ ഡെയിലി ഡ്രിങ്ക് കഴിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ആ ശീലങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പോ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് ഇരിക്കുക. നല്ല മനസ്സാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ മനസ്സിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ചിന്തകളോടെ ഇരിക്കുക എന്നുള്ളത് മനസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. പിന്നെ നമ്മുടെ ഇടയില് എന്താ പറയാ, ഇത്തരത്തില് ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതായത് ഇത്രയും മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ചില പ്രോബ്ലംസ് ഒക്കെ അലട്ടുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ള ആളുകൾ.
ഇത്തരത്തിലുള്ള ആളുകൾക്കെന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഒരു സിംറ്റം ആണ് കേട്ടോ അത്. കോൺഫിഡൻസ് ഉണ്ടാവില്ല. ദേഷ്യം കൂടുതൽ. ദേഷ്യം കൂടുതലായിരിക്കുള്ളൂ. എപ്പോഴും നെഗറ്റീവ് തോട്ട്. എന്താ? എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടായിരിക്കും ഉണ്ടാവുക. ധാരാളം നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മെന്റൽ ഹെൽത്ത് കൂടുതലുള്ള ആളുകൾ. അതെങ്ങനെയായിരിക്കും? അപ്പോ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ചിന്തയായിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് ഹോപ്പ് കൂടുതൽ ഉണ്ടാവും. അവർക്ക് പ്രതീക്ഷ ഉണ്ടാവും. ജീവിതത്തോട് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തില് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക്, അതായത് മെന്റൽ പ്രോബ്ലംസ് ഉള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് ഉറക്കം കൂടുതലായിരിക്കും ഉണ്ടാവുക, ചില ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും ഉണ്ടാവുക. അപ്പൊ 2 തരത്തിലും ആളുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും. നമുക്കറിയാം ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ധാരാളം ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ടെൻഷൻ ആയിരിക്കും, ഭയങ്കരമായിട്ട് ടെൻഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ അവർ അമിതമായിട്ടൊക്കെ ഭക്ഷണം കഴിക്കും. ചിലവർക്കാണെങ്കിൽ വിശപ്പൊട്ടും ഉണ്ടാവില്ല, വിശപ്പ് തീരെ കുറവായിരിക്കും. ചില ആളുകൾ എന്താണ് ആശ? കേട്ടില്ല കേട്ടോ ഞാൻ. ഓക്കെ, അപ്പൊ 2 രീതിയിലാണ്. ചില ആളുകൾക്ക് വിശപ്പ് കൂടുതല്, ഉറക്കം കൂടുതല്. ഇനി മറ്റുള്ളവർക്കാവട്ടെ വിശപ്പ് കുറവ്, ഉറക്കം കുറവ്. അങ്ങനെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കൃത്യസമയത്ത്, അതായത് ഓരോ കാര്യത്തിനും ഓരോരോ ടൈം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്യാൻ. നമ്മുടേതായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുക, എന്താ പറയാ ബാത്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ഡെയിലി ലൈഫില്. അപ്പൊ ഇക്കാര്യങ്ങളിലൊക്കെ എന്താ പറയാ എറർ വരുത്തുക, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തുക, കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതൊക്കെ ഇതുവഴി നമുക്ക് ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട്. അതായത് ഒരാൾ പറയുന്ന കാര്യം, അതായത് മെന്റലി പ്രോബ്ലംസ് ഉള്ള ആളെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറയുന്ന കാര്യം ചിലപ്പോൾ കേട്ടെന്ന് വരില്ല, ചിലപ്പോൾ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടാവാം, പക്ഷെ അത് ശ്രദ്ധിച്ചെന്ന് വരില്ല. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നവും കാണാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകൾ. അതായത് തന്റെ ചുറ്റിനും നിൽക്കുന്നവര് എന്താ പറയാ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷെ അയാൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ട്. അതായത് ഞാനിപ്പോ നിങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു മോശം ഇമേജ് ആണ്, അത് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വെറുതെ, അതായത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പൊ മറ്റുള്ളവരെ പറ്റിയും അവർക്ക് എന്തുണ്ടാവുള്ളൂ? നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകളാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചെയ്ത കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഒരു ആക്ടിവിറ്റി ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയും ധാരാളം പ്രത്യേകതകൾ ഇവർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആയാലും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയാ ജീവിതം ഉണ്ടാവുക. തീർന്നിട്ടില്ല കേട്ടോ, ഇനി ഒന്നും കൂടി ഉണ്ട്, സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, എന്താണ് സോഷ്യൽ വെൽബീയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, പറ്റുന്നുണ്ടല്ലേ? അപ്പോ ചിന്തിക്കുക കേട്ടോ, ധാരാളം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചു, ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണോ, നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ, മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ്, അധികമായിട്ട് ദേഷ്യമുള്ളവരാണോ നിങ്ങള്, ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. അപ്പൊ ആലോചിച്ചിട്ട് വരിക. ഓക്കെ.
ഓക്കെ മിസ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മിസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി അടുത്ത ക്ലാസ് തുടങ്ങി ഒരു കാര്യം മറക്കരുത്. പ്രയർ ഉണ്ടായിരിക്കുക, സൈൻ ഇൻ ചെയ്യുക, തോട്ട് ഓഫ് ദ ഡേ പറയുക, ദെൻ സൈൻ ഔട്ട് ചെയ്യുക. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ നടത്തുക. ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നോ? ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുക. ഓക്കെ, അതൊക്കെ ചെയ്യുക എത്രയും പെട്ടെന്ന്. അപ്പോ ബൈ. മിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.